ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെയും ലോകത്തിലെ മൂന്നാമത്തെയും അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടുകയാണ്. സങ്കീർണവും ചിലവേറിയതുമായ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് സാധാരണക്കാർക്ക് അപ്രാപ്യമാകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സർക്കാർ തലത്തിലുള്ള ഈ സംരംഭം രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. വികസിത രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിക്കുന്ന ഈ ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായമാണ് തുറക്കപ്പെടുന്നത്. നിലവിൽ വിദേശ രാജ്യങ്ങളിലും ചില സ്വകാര്യ ആശുപത്രികളിലും മാത്രം ലഭ്യമായ അത്യാധുനിക ശസ്ത്രക്രിയാ രീതികളും അനുബന്ധ സൗകര്യങ്ങളും ഇവിടെ പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം. അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി നിലവിൽ രോഗികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഭാരിച്ച ചെലവാണ്. സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്ന വൃക്ക, കരൾ, ഹൃദയം തുടങ്ങിയവയുടെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഈ പുതിയ കേന്ദ്രം വരുന്നതോടെ 1/3 കുറയുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. മരുന്നുകൾക്കും ശസ്ത്രക്രിയകൾക്കും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പരിചരണത്തിനുമായി സാധാരണ കുടുംബങ്ങൾക്ക് വലിയ കടക്കണികളിലേക്ക് വീഴുന്ന അവസ്ഥയ്ക്ക് ഇതോടെ വലിയൊരു ആശ്വാസവും ലഭിക്കും. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നിലവിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടെങ്കിലും അതിനായി മാത്രമായി സമർപ്പിക്കപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി എന്നത് വലിയൊരു ആവശ്യമായിരുന്നു. ആ വിടവ് നികത്താനാണ് കോഴിക്കോട് ചേവായൂരിലെ ഈ പുതിയ സംരംഭത്തിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം ചേവായൂരിലുള്ള സ്ഥലത്താണ് ഇത്തരമൊരു ബൃഹത്തായ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ, തീവ്രപരിചരണ വിഭാഗങ്ങൾ, പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയർ യൂണിറ്റുകൾ എന്നിവ ഈ ആശുപത്രിയുടെ ഭാഗമാകും. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികൾക്ക് നൽകേണ്ട അതീവ ജാഗ്രതയുള്ള പരിചരണം ഉറപ്പാക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ഗവേഷണ സൗകര്യങ്ങളും ഈ ആശുപത്രിയിലെ ലോകത്തിലെ തന്നെ മികച്ച 3 കേന്ദ്രങ്ങളിൽ ഒന്നായി ഉയർത്തും. അമേരിക്കയിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന രീതിയിലുള്ള സംയോജിത ചികിത്സാ രീതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളുടെ തുടർച്ചയായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. മൃതസഞ്ജീവിനി പോലുള്ള പദ്ധതികളിലൂടെ അവയവദാന രംഗത്ത് കേരളം ഇതിനോടകം തന്നെ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ദാതാവിൽ നിന്ന് ലഭിക്കുന്ന അവയവം സ്വീകർത്താവിൽ എത്തുന്നതിനും അത് വിജയകരമായി തുന്നിച്ചേർക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക തികവുള്ള കേന്ദ്രങ്ങളുടെ കുറവ് പലപ്പോഴും വെല്ലുവിളിയായിരുന്നു. ചേവായൂരിലെ പുതിയ ആശുപത്രി വരുന്നതോടെ ഈ പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കാനും വിജയസാധ്യത വർദ്ധിപ്പിക്കാനും സാധിക്കും. വ്യോമമാർഗം അവയവങ്ങൾ എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഹെലിപാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ആശുപത്രിയുടെ നിർമ്മാണ രൂപരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു ആശുപത്രി എന്നതിലുപരി അവയവമാറ്റ രംഗത്തെ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഈ കേന്ദ്രം നേതൃത്വം നൽകും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും യുവ ഡോക്ടർമാർക്കും വിദേശ രാജ്യങ്ങളിൽ പോകാതെ തന്നെ ലോകത്തിലെ ഏറ്റവും പുതിയ ട്രാൻസ്പ്ലാന്റ് സാങ്കേതിക വിദ്യകൾ പഠിക്കാനുള്ള ഒരു അക്കാദമിക് കേന്ദ്രമായി കൂടി ഇത് പ്രവർത്തിക്കും. ഇതിലൂടെ വരും തലമുറയിലെ ഡോക്ടർമാർക്ക് ഈ രംഗത്ത് മികച്ച പരിശീലനം നൽകാൻ സാധിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്കും വലിയ മുതൽക്കൂട്ടാകും. ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്ക് ആവശ്യമായ വില കൂടിയ മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നതിനുള്ള പ്രത്യേക ഫാർമസികളും ഹോസ്പിറ്റൽ സമുച്ചയത്തിനുള്ളിൽ തന്നെ ഒരുക്കും. അവയവങ്ങൾക്കായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് ഈ ആശുപത്രി വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായി അല്ലെങ്കിൽ വലിയ ഇളവുകളോടെ ശസ്ത്രക്രിയകൾ ലഭ്യമാക്കുവാനുള്ള പ്രത്യേക പാക്കേജുകളും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇൻഷുറൻസ് പദ്ധതികളും കാരുണ്യ പോലുള്ള ചികിത്സാ സഹായങ്ങളും ഈ ആശുപത്രിയുമായി സംയോജിപ്പിക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് ഭയമില്ലാതെ അവയവമാറ്റത്തെ സമീപിക്കാൻ സാധിക്കും. സ്വകാര്യ മേഖലയിലെ ചൂഷണങ്ങൾക്ക് അറുതി വരുത്താൻ സർക്കാർ തലത്തിലുള്ള ഇത്തരമൊരു ഇടപെടൽ അനിവാര്യമായിരുന്നു. ആരോഗ്യ ടൂറിസം മേഖലയിലും ഈ ആശുപത്രി കേരളത്തിന് വലിയ നേട്ടങ്ങൾ നൽകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും രോഗികൾ ഇവിടേക്ക് എത്തുന്നതോടെ കേരളത്തിന്റെ ചികിത്സാ നിലവാരം ആഗോളതലത്തിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടും. നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രിയും മറ്റു പ്രമുഖ ജനപ്രതിനിധികളും പങ്കെടുക്കും. ആശുപത്രിയുടെ ആദ്യഘട്ട നിർമ്മാണത്തിനായി കോടികൾ അനുവദിച്ചു കഴിഞ്ഞു. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ ഇതൊരു നാഴികക്കല്ലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രോഗാവസ്ഥയിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് താങ്ങായി മാറാൻ ഇത്തരമൊരു സ്ഥാപനം മുൻകൈയെടുക്കുന്നത് ജനകീയ ആരോഗ്യ നയത്തിന്റെ മികച്ച ഉദാഹരണമാണ്. അവയവമാറ്റം എന്ന സങ്കീർണമായ പ്രക്രിയ ലളിതമാക്കുന്നതിനോടൊപ്പം അതിലെ സുതാര്യതയും വിശ്വാസത്തെയും വർദ്ധിപ്പിക്കാൻ ഈ കേന്ദ്രം സഹായകമാകും. വരും തലമുറകൾക്ക് അഭിമാനമാക്കാവുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനമായി ചേവായൂരിലെ അവയവമാറ്റ ആശുപത്രി മാറുമെന്ന പ്രതീക്ഷയിലാണ് കേരളം.